ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് ലിസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 976 പേരുടെ വിവരങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വരുന്ന വിവരങ്ങൾ. എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിശദാംശം? 976 അല്ല, 977 പേരുടെ പേര് വിവരങ്ങൾ അടങ്ങി. അതായത് പോപ്പുലർ ഫ്രണ്ട് കൊലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന 977 പേർ, അവരുടെ പേര് വിവരങ്ങളാണ് ഇപ്പോൾ NIA ആണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത്, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഇത് പാലക്കാട് ശ്രീനിവാസൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതിയിൽ ഈ രേഖകൾ NIA സമർപ്പിച്ചത്. അതായത് മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസർ തുടങ്ങി 4 പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇവരെ ഒരു കാരണവശാലും പുറത്തുവിടരുത്. ഇത് നിരോധിത സംഘടനയുടെ പ്രവർത്തകരാണിവർ. ഈ നിരോധിത സംഘടന കേരളത്തിൽ 977 പേരെ, ഒരു മുൻ ജില്ലാ ജഡ്ജി അടക്കം 977 പേരെ കൊലപ്പെടുത്താൻ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. അത് കണ്ടെടുത്തിട്ടുണ്ട് തുടങ്ങി വിവരങ്ങളാണ് NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ഈ ലിസ്റ്റ് ഇങ്ങനെ 977 പേർ ഉണ്ട് എന്നുള്ളത് NIA സമ്മതിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്കും അത് സംബന്ധിച്ച് വിവരം കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ആലുവ പെരിയാർ വാലി ക്യാമ്പസ് എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെ റെയ്ഡ് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ, കൂടാതെ ഈ അയൂബ് എന്ന് പറഞ്ഞ ഒരു പ്രതിയുടെ വീട്ടിൽ നിന്ന് കിട്ടിയത് 500 പേരുടെ പേരുകളാണ്. അതുപോലെ ഈ നമ്മുടെ പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതി സിറാജുദ്ദീൻ്റെ വീട്ടിൽ നിന്ന് 240 പേരുകൾ കിട്ടി. അതുപോലെ തന്നെ ഈ പെരിയാർ വാലിയിലെ ഈ PFIയുടെ ക്യാമ്പ് ഓഫീസ് ഉണ്ടല്ലോ, അവിടെ നിന്ന് 238 പേരുകളാണ് NIAക്ക് കിട്ടിയത് അവിടെ റെയ്ഡ് ചെയ്തപ്പോൾ. ഇത് ഇങ്ങനെ കൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അയൂബ് എന്ന് പറഞ്ഞ ആളിൻ്റെ വീട്ടിൽ നിന്ന് 500 പേരുടെ പേര് വിവരങ്ങളാണ് കിട്ടിയത്. ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഇവർക്ക് ജാമ്യം കൊടുക്കരുത്, ഇവർ ജാമ്യത്തിൽ പുറത്തിറങ്ങിയാൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും എന്നാണ് NIA ഇപ്പോൾ കോടതിയിൽ പറയുന്നത്. എന്ന് മാത്രമല്ല, PFIയെ നിരോധിച്ചെങ്കിലും, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചെങ്കിലും അതിൻ്റെ സ്ലീപ്പർ സെല്ലുകൾ, നിഴൽ സംഘടനകൾ ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവർ മുൻനിര നേതാക്കളൊക്കെ അറസ്റ്റിലാണെങ്കിലും 2ാം നിര 3ാം നിര നേതാക്കൾ വളരെ സജീവമാണ്. അവരെ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവർ പുറത്തു പോയാൽ അത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കും. ഇവർ ഈ കൊലപാതക നടത്തുന്ന സംഘങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരോ കൊലപാതക സംഘങ്ങളിൽ പെടുന്നവരോ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്നാണ് NIA വാദിക്കുന്നത്. ആ NIAയുടെ വാദം കോടതി ഏതാണ്ട് സ്വീകരിച്ച മട്ടാണ്. ഇവരുടെ ജാമ്യം നിഷേധിക്കാനാണ് സാധ്യത എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഈ ജോസഫ് മാഷിൻ്റെ, പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയ 2010 പ്രൊഫസർ ജോസഫിൻ്റെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ജോസഫിൻ്റെ കൈ ഒരു പേരിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ പ്രവാചക നിന്ദ നടത്തിയെന്ന് ആരോപിച്ചാണ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടുന്നത്. ആ കൈവെട്ടിയ ആ സംഭവം മുതൽക്കുള്ള നിരവധി വിവരങ്ങൾ NIA ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇവരുടെ പൂർവ്വരൂപം, ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പൂർവ്വരൂപമായ NDF, അത് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നാണ് അവർ പുറത്ത് പറയുന്നതെങ്കിലും അത് ശരിക്കും നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നാണ്. CPMുമായിട്ട് നിരന്തരം മുസ്ലിം ലീഗ് സംഘർഷത്തിലായിരുന്നു ഈ നാദാപുരം, വടകര തുടങ്ങിയ മേഖലകൾ, പേരാമ്പ്ര തുടങ്ങിയ മേഖലകൾ. ഈ കോഴിക്കോട് കണ്ണൂർ അതിർത്തിയാണ് ഈ പ്രദേശം. അവിടെ ഈ പറഞ്ഞതുപോലെ നിരന്തരം സംഘർഷമായിരുന്നു മുസ്ലിം ലീഗിൻ്റെയും CPMിൻ്റെയും പ്രവർത്തകർ തമ്മിൽ. അവിടെ CPM അധികാരത്തിൽ വരുമ്പോഴെല്ലാം വളരെ ശക്തമായിട്ട് പോലീസിനെ തങ്ങളുടെ വരുതിക്ക് നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരെ ആക്രമിക്കുമായിരുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു നാദാപുരം ഡിഫൻസ് ഫോഴ്സ് മുസ്ലിം ലീഗിൻ്റെ കൂടി അനുഗ്രഹാശിസുകളോടുകൂടി അവിടെ പ്രവർത്തിക്കാൻ ആരംഭിച്ചത്. അവർ ആദ്യം കൊലപ്പെടുത്തിയത് 1993 അരേക്കണ്ടി ബിനു എന്നൊരു DYFI പ്രവർത്തകനെയാണ്. ഈ വ്യാജ ബലാത്സംഗ കുറ്റം ആരോപിച്ച് ഈ അരേക്കണ്ടി ബിനുവിനെ ആദ്യം ഒരു കേസിൽപ്പെടുത്തി. ആ കേസിൽ പെട്ടതിനു ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോൾ നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുകയായിരുന്നു. അതുപോലെ തന്നെ ഇരിട്ടിയിൽ അശ്വിനി കുമാർ എന്ന RSS നേതാവ്, അദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ നേതാവായിരുന്നു. അതുപോലെ തന്നെ നിരവധി ഈ ബാലഗോകുലവുമായി ബന്ധപ്പെട്ട് നിരവധി ക്ലാസ്സുകൾ എടുക്കുന്ന വ്യക്തിയായിരുന്നു. സ്വകാര്യ ട്യൂഷൻ സെൻ്ററിൽ അധ്യാപകനായിരുന്നു. വളരെ നല്ല ഒരു വ്യക്തിത്വമായിരുന്നു ഈ ഇരിട്ടിയിലെ അശ്വിനി കുമാർ. ആ അശ്വിനി കുമാർ ബസ്സിൽ സഞ്ചരിക്കവേ
തടഞ്ഞു നിർത്തി ബസ്സിനുള്ളിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതുപോലെ തന്നെ ജന്മഭൂമി പത്രത്തിൻ്റെ ഏജൻ്റായിരുന്ന കിളിമാനൂർ സുനിൽകുമാർ, ഈ കിളിമാനൂർ സുനിൽകുമാറിനെ അതിരാവിലെ പത്രമെടുക്കാൻ വന്ന അവസരത്തിൽ കിളിമാനൂർ ജംഗ്ഷനിലിട്ട് മൃഗീയമായി വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹം ആ സമയത്ത് ജീവൻ പോയില്ല. ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക്, മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്ന വഴിക്ക് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടു. ഇങ്ങനെ നിരവധി കൊലപാതകങ്ങൾ, അതുപോലെ മാറാട് കൊല്ലപ്പെട്ട 8 പേരെ വംശഹത്യയ്ക്ക് വിധേയമാക്കുന്ന സംഭവം, അതിലെ പ്രതികൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ, ഇതൊക്കെ അടക്കമാണ് NIA ഇപ്പോൾ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ജാമ്യം കൊടുക്കരുത് എന്നാണ് NIA വാദിക്കുന്നത്. എന്തായാലും ഈ ഹിറ്റ് ലിസ്റ്റിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. പക്ഷേ അത് എത്ര പേരുണ്ടെന്നോ, ഏറ്റവും കൂടുതലായിട്ട് അതിനകത്തുള്ളത് ഹിന്ദു സംഘടനാ നേതാക്കളാണ്, RSSൻ്റെയും BJPയുടെയും ഒക്കെ നേതാക്കളാണ്, വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കളാണ്. അവർ ആ ലിസ്റ്റ് നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് അത് പുറത്ത് വന്നതാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകളൊന്നും നടന്നില്ല. ഇപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഈ പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികൾക്ക് ജാമ്യം വേണം എന്ന് ആവശ്യപ്പെട്ട് ഉയർന്ന കോടതികളിലേക്ക് ചെന്നപ്പോഴാണ് ഇത് വളരെ കൃത്യമായിട്ട് ഈ ലിസ്റ്റ് NIA സമർപ്പിക്കുന്നത്. നേരത്തെ ഇതിൽ ചില പ്രതികൾ ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. അവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് NIA സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെയും ഈ ലിസ്റ്റ് സുപ്രീം കോടതിയിലും അവർ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് ലഭ്യമായ വിവരം. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഈ 977 പേരുകൾ ആർക്കൊക്കെയാണ് ഇവരുടെ ഭീഷണി ഉള്ളത്? അത് നിരവധി സാമൂഹ്യ പ്രവർത്തകർക്കുൾപ്പെടെ, ഹിന്ദു സംഘടനാ നേതാക്കൾ മാത്രമല്ല, നമ്മൾ പറഞ്ഞല്ലോ, ഒരു മുൻ ജില്ലാ ജഡ്ജി അതിൽ ഉൾപ്പെടുന്നെങ്കിൽ ഈ വിഷയം എത്ര തീവ്രമാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ NIA വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവർ ഭീകരപ്രവർത്തനമാണ് നടത്തുന്നത്, ഇവർക്ക് മതരാഷ്ട്രവാദമാണ്, മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. 2047 ആവുമ്പോൾ ഇന്ത്യയെ സമ്പൂർണ്ണമായിട്ടും ഒരു മതരാഷ്ട്രമാക്കി മാറ്റണം, അതാണ് അവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് അവർ വലിയ വിധ്വംസക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, വിഭാഗീയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, മതപരമായ കലാപങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ചെയ്യുന്നു എന്ന് വളരെ നേരത്തെ തന്നെ NIA വിവിധ കേസുകളിലായിട്ട് കോടതികളിൽ സമർപ്പിച്ച രേഖകളിൽ പറയുന്നുണ്ട്. ഈ PFIയെ നിരോധിക്കാനുള്ള കാരണം തന്നെ ഇതൊക്കെയാണ്. ഈ പറഞ്ഞതുപോലെ രാജ്യത്ത് ഭീകരവാദം വളർത്തുക, മതരാഷ്ട്രവാദം പ്രോത്സാഹിപ്പിക്കുക, മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ട് ഹിന്ദു സംഘടനകളിലെയും നേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും കൊലപ്പെടുത്തുക, അതും മൃഗീയമായ രീതിയിൽ, വളരെ നീചവും നിന്ദ്യവുമായ രീതിയിൽ കൊലപ്പെടുത്തുക, രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നേരത്തെ നമ്മൾ അറിയാം, CAAയുമായി ബന്ധപ്പെട്ട 2022 ഇവരെ നിരോധിക്കുന്നത്. CAAയുമായി ബന്ധപ്പെട്ട നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു. യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഈ നാട്ടിലെ, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പൗരത്വം നഷ്ടമാകും എന്ന് വ്യാജ പ്രചാരണം നടത്തി വലിയ രീതിയിൽ പ്രക്ഷോഭം ഇവിടെ സംഘടിപ്പിച്ചു. അതിന് പ്രതിപക്ഷ കക്ഷികളും കൂട്ടുനിന്നു, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ കൂട്ടുനിന്നു. പക്ഷെ കോടതിയിലെല്ലാം അവർ തോൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ പ്രക്ഷോഭത്തിനും പ്രക്ഷോഭത്തിൻ്റെ മറപിടിച്ച് വലിയ കലാപം രാജ്യ തലസ്ഥാനത്ത് തന്നെ നടത്തുന്ന കാഴ്ച, അരങ്ങേറിയ കാഴ്ച നമ്മൾ കണ്ടു. ഒരു IB ഉദ്യോഗസ്ഥൻ, അങ്കിത് ശുക്ല എന്ന് പറയുന്ന ഒരു IB ഉദ്യോഗസ്ഥനെ മൃഗീയമായിട്ട് അദ്ദേഹത്തിൻ്റെ വൃഷ്ണങ്ങളൊക്കെ ഛേദിച്ച് മൃഗീയമായിട്ട് കുത്തിയും വെട്ടിയും അദ്ദേഹത്തെ കൊലപ്പെടുത്തി. മൃതദേഹം ഒരു കാനയിൽ, ഓടയിൽ തള്ളിയിരിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് അത് കിട്ടിയത്. ഇതെല്ലാം ഈ PFIയുടെ നിരോധനത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാഴ്ത്തി അവസാനം PFIയെ നിരോധിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ വിവരങ്ങൾ കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ. ഈ 977 പേരുകൾ ആരൊക്കെയാണ്, ആരുടെയൊക്കെ പേരുകളാണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് വിവരം ഇനി പുറത്തു വരാനുണ്ട്.